السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഖീദ, അതുപോലെ അദ്ദേഹം ഈ ഉമ്മത്തിൽ നല്ല ചെയ്തിട്ടുള്ള തജ്ദീദിനെ സംബന്ധിച്ച് എല്ലാമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സെമിനാറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരുപാട് ഉദ്ദേശങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്. അതിൽ ഒരു വലിയൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത്, ലൈസ മിന്ന മല്ലം യുവഖിർ കബീറന വയർഹം സഗീറന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്നവരെ ആദരിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലം യഅരിഫ് ലിആലിമിന ഹഖഹു. നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഉമ്മത്തിലുള്ള ആലിമുകളോട് അവർക്കുള്ള ഹഖ് കൊടുക്കാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീൽ ജാമി സഗീറിൽ സഹീഹായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉലമാക്കളോട് നമുക്ക് വലിയ ഹക്കുണ്ട്. അവരെ ആദരിക്കുക, അവരെ സംബന്ധിച്ച് പഠിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി പോലുള്ള വലിയ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹിയെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ചും അഖീദയെ സംബന്ധിച്ചും എല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഉലമാക്കൾ ആരാണ്? വലിയ പണ്ഡിതന്മാരാണ്. ആ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജീവിച്ച കാലഘട്ടത്തിലെ ഉലമാക്കളും ശേഷം വന്നിട്ടുള്ള ഉലമാക്കളെല്ലാം അത് സാക്ഷ്യപ്പെടുത്തി. അതെല്ലാം നമ്മൾ കേട്ടു. ഇപ്പോൾ ഇമാം ഇബ്നു ദഖീഖ് അൽ ഐദ്, അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലുള്ള ധാരാളം ഉലമാക്കൾ നമ്മൾ കേട്ടു. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഒരു ശിഷ്യനായിട്ടുള്ള ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്തു, അത് തെളിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഉലമാക്കൾ പുകഴ്ത്തിയിട്ടുള്ള, എല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് വെറുക്കുന്നത്, അതുപോലെ തന്നെ അകറ്റി നിർത്തുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയേറെ അറിവും ഇത്രയേറെ ഉലമാക്കൾ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായിട്ടുള്ള, അതുപോലെ എല്ലാ തരത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങൾ അംഗീകരിക്കുന്ന ഉലമാക്കളാണ് അതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നതിൻ്റെ കാര്യം വളരെ അത്ഭുതകരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരെ അതോടൊപ്പം തന്നെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ധാരാളം ആളുകളെ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരിലും അതുപോലെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട വിഭാഗങ്ങൾ വലിയ ആദരിച്ചു കൊണ്ട് കിടക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ ഒന്നടങ്കം തന്നെ അവർക്ക് അറിവില്ല, അതുപോലെ തന്നെ അവരുടെ ദീനിൽ നിന്ന് അകന്നു പോയവരാണ്, ജനാദിഖത്താണെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് ഇബ്നു അറബിയെ സംബന്ധിച്ച് ഉസ്താദ് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മദ്ഹബിൽപ്പെട്ടിട്ടുള്ള ഉലമാക്കളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉലമാക്കളും കാഫിറാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ശിഷ്യനായിട്ടുള്ള ഇമാം ഹാഫിദ് അൽ ബിഖാഇ റഹിമഹുല്ലാഹി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പണ്ഡിത ലോകത്തിൻ്റെ
ഇജ്മാ, ഐക്യകണ്ഠേനുള്ള അഭിപ്രായത്തെ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇബ്നു അറബിയെ പോലുള്ളവരെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളും വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഷെയ്ഖുൽ അക്ബർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്രയേറെ കുഫറുകളും ഒക്കെ ഗ്രന്ഥങ്ങളായിട്ട് എഴുതിയിട്ടുള്ള ഇബ്നു അറബിയെ പോലുള്ള ആളുകളെ. ഇനി ഓരോ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളും വലിയ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഗസാലി, അബു ഹാമിദ് അൽ ഗസാലി റഹ്മഹുള്ള, അങ്ങനെയുള്ള ധാരാളം റാസി, ഫഖ്റുദ്ദീൻ റാസിയെ പോലുള്ള ധാരാളം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പണ്ഡിതന്മാരും ആദരിക്കുന്നവർ ഒരുപാടുണ്ട്. അവരെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉദാഹരണമായിട്ട് അബു ഹാമിദ് അൽ ഗസാലിയുടെ എടുത്തു നോക്കുക. അദ്ദേഹത്തെ സാധാരണ പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരൊക്കെ പരിചയപ്പെടുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്ന കാര്യം എന്താണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായിട്ടുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് എന്താണ്, അദ്ദേഹത്തിന് വിശ്വാസപരമായ കാര്യങ്ങളിൽ യാതൊരു അറിവുമില്ല എന്നുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകളുടെ എല്ലാ സ്രോതസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇബ്നു സീനയുടെയും അതുപോലെ തന്നെ ഫാറാബിയുടെ പോലുള്ള ഗ്രന്ഥങ്ങളാണ് എല്ലാ ഇവരുടെ അബു ഹാമിദ് അൽ ഗസാലിയുടെ ആ വിഷയത്തിലുള്ള സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആര് തന്നെയാണ് രേഖപ്പെടുന്നത്? സ്വന്തം ശിഷ്യന്മാർ തന്നെ, ഗസാലിയുടെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അയാളുടെ തന്നെ അനുയായികളായിട്ടുള്ള പണ്ഡിതന്മാരാണത് രേഖപ്പെടുന്നത്. ഉദാഹരണമായിട്ട് അബൂബക്കർ അൽ തുർത്തൂഷി റഹ്മഹുള്ള, അദ്ദേഹം അശ്അരി ആയിട്ടുള്ള ഒരു പണ്ഡിതനാണ്, പക്ഷേ ഒരുപാട് ബിദ്അത്തുകൾ എതിർത്തിട്ടുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഷഹന അബു ഹാമിദ് അൽ ഗസാലി അൽ ഇഹ്യാ ബിൽ കദിബ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബു ഹാമിദ് അൽ ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് കളവുകൾ കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള കളവുകൾ കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. ഫലാ അഅലമു കിതാബൻ അലാ ബസീത്തിൽ അർദ് അക്സറ കദിബൻ മിൻഹു. ഈ ദുനിയാവിൽ ഭൂമുഖത്ത് ഇതിലേറെ റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥവുമില്ല. അത്രയേറെ കളവുകളാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗസാലിയുടെ ഗ്രന്ഥത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇബ്നുൽ ജൗസി റഹ്മഹുള്ള, അദ്ദേഹവും അശ്അരി ഒരു മാർഗം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹവും പറയുന്നത് എന്താണ്, ഇഹ്യാ ഉലൂമുദ്ദീനെ സംബന്ധിച്ചും ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അന്നഹു വദഅഹു അലാ മദ്ഹബി അസ്സൂഫി വതറക ഫീ ഖാനൂൻ അൽ ഫിഖ്. മതപരമായിട്ടുള്ള ഈ ഫിഖ്ഹി ആയിട്ടുള്ള ഒരു രീതിയിലല്ല അദ്ദേഹം ഇത് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയിട്ടുള്ളത്. ഖുർആൻ സുന്നത്ത് അതുപോലെ തന്നെയുള്ള പ്രമാണ രീതിയിലല്ല എഴുതിയിട്ടുള്ളത്, മറിച്ച് അത് ഈ സൂഫികളുടെ രീതിയിൽ പിഴച്ച രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായിട്ടുള്ള ആളുകളാണ് എഴുതിയിട്ടുള്ളത്. ധാരാളം ഉലമാക്കൾ, ഇബ്നു സലാഹിനെ പോലുള്ള ധാരാളം ഉലമാക്കൾ ഗസാലിയുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇഹ്യാ ഉലൂമുദ്ദീനെ സംബന്ധിച്ച് ഇമാതത്തു ഉലൂമുദ്ദീൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക വിജ്ഞാനങ്ങളെ കൊന്നുകളയുന്ന ഗ്രന്ഥം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഹദീസ് വിജ്ഞാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ഖാനൂജ് തഅവീൽ പറഞ്ഞ നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകും, ബിദഅത്തി ഫി ഇൽമിൽ ഹദീസ് മുജ്ജ, ഹദീസിൻ്റെ വിഷയത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളത് വളരെ തുലവും കുറവായിട്ടുള്ള അറിവ് എനിക്കുള്ളൂ എന്ന് അയാൾ തന്നെ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹഫിദ് ദഹബി റഹ്മത്തുള്ളാഹി പറയുന്നത് വലം യകുൻ ലഹു ഇൽമുൻ ബിൽ ആസാരി വല ഖിബ്റ ബിസ്സുനൻ നബവിയ്യ അൽ ആസിയ അലൽ അഖൽ. അദ്ദേഹത്തിന് ഹദീസുകളെ സംബന്ധിച്ചോ അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സംബന്ധിച്ച് യാതൊരു വിവരവും ഗസാലിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബു ഹാമിദ് അൽ ഗസാലിയെ സംബന്ധിച്ച് എല്ലാവരും പുകഴ്ത്തി പറയുന്നത് എന്താണ്, തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഫലാസിഫത്തിന് എതിരായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അബു ഹാമിദ് അൽ ഗസാലി തന്നെ ഫിലോസഫർമാരെ ധാരാളമായിട്ട് പുകഴ്ത്തുകയും ഇൽമുൽ കലാം എന്ന് പറയുന്ന അശ്അരിയത്ത് അത് അറിവിന്, വിശ്വാസപരമായ അറിവിന് മതിയാകുന്നതല്ല, ഫൽസഫയും വേണമെന്നുള്ളത് സ്ഥാപിച്ച ആളാണ്. ഇത് തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുള്ളത്
അശ്അരികളായ സാധാരണക്കാരെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ് എന്നുള്ളത് മറ്റ് ഗ്രന്ഥങ്ങൾ നിരൂപണം ചെയ്തിട്ടുള്ള ഉലമാക്കൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫദായിഹുൽ ബാത്തിനിയ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ബാത്തിനിയാക്കളുടെ, ഇസ്മായിലി പോലുള്ള ഷിയാക്കളുടെ എന്താണ് അവർക്ക് എതിരെ ഗസാലി എഴുതിയിട്ടുണ്ട്. ആ കിതാബുകളൊക്കെ തന്നെ ഇയാളുടെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തഖയ്യത്തിൻ്റെ രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്ന് അശ്അരിയത്തിൽ തന്നെയുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പണ്ഡിതനെയാണ് എന്ത് ചെയ്യുന്നത്, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അത്രയധികം വാഴ്ത്തുന്നത്, അത്രയധികം എന്ത് ചെയ്ത് പുകഴ്ത്തപ്പെടുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മന്തക്കിൻ്റെ വിഷയത്തിലൊക്കെ ധാരാളം, അപ്പം മഹക്കൽ അൽമ പോലുള്ള അതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അത് സ്ഥാപിച്ചുകൊണ്ട് അതിൽ പറയുന്നത് എന്താണ്, മന്തക്ക് എന്ന് പറയുന്നത് ബുദ്ധിയെ അബദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന വിജ്ഞാനമാണെന്നുള്ളത് സ്ഥാപിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രായം ചെന്ന അവസ്ഥയിൽ 40 വയസ്സ് കഴിഞ്ഞ വേളയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഷക്ക് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. അള്ളാഹുവിൽ തന്നെ സംശയം തോന്നി. ഏകദേശം 40-ലേറെ ദിവസങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു, വളരെ അജ്ഞതയിൽ കഴിഞ്ഞൊരു നാളുകളുണ്ടായിരുന്നു. എന്താണ് ശരി, എന്താണ് സഫ്സത്തയുടെ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. സഫ്സത്ത എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ അറിവുകളുടെ വിഷയത്തിൽ പോലും വളരെ ബദഹിയായിട്ടുള്ള, ഇസ്ലാമിൽ ഏതൊരു കുട്ടിക്ക് പോലും അറിയുന്ന വിഷയത്തിൽ പോലും അദ്ദേഹത്തിന് സംശയം തോന്നി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അബു ഹാമിദ് അൽ ഗസാലി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ള ചുരുക്കി ഒരൊറ്റ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ അറിവിനെയും ചുരുക്കി പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ തിസ്ഈനിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുകയാണ്, അബു ഹാമിദ് അൽ ഗസാലിയുടെ ഇൽമുൽ കലാമിൻ്റെ മുഴുവൻ സ്രോതസ് എന്ന് പറയുന്നത് ജുവൈനിയുടെ ഇർഷാദ് അതുപോലെ ഷാമിൽ എന്നുള്ള 2 ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ അബൂ ബക്കർ അൽ ബാഖലാനിയുടെ ചില ഗ്രന്ഥങ്ങൾ മാത്രമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫൽസഫയുടെ വിജ്ഞാനം മുഴുവൻ ഇദ്ദേഹം എടുത്തിട്ടുള്ളത് ഇബ്നു സീനയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അബു ഹാമിദ് അൽ ഗസാലി എന്താണ് ഇബ്നു സീനയുടെ ഫൽസഫയുടെ ഗ്രന്ഥങ്ങൾ എന്ത് വിഴുങ്ങിയിട്ടുണ്ട്, പക്ഷേ അയാൾ ഛർദ്ദിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് ഉള്ളിൽ തന്നെ ബാക്കിയായി എന്നാണ് പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പിന്നെ സൂഫിസത്തിൻ്റെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 2 സ്രോതസ്സുകളാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത് മുഴുവൻ ആ വിഷയത്തിലുള്ളത്. ഒന്ന് അബൂ താലിബ് അൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബ്, രണ്ടാമതായിട്ട് ഹാരിസ് അൽ മുഹാസിബിയുടെ അർ-റിആയ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ 2 ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. ഇഹ്യാ ഉലൂമുദ്ദീനെ ഈ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാർ പുകഴ്ത്തി പറയുന്നത് എന്താണ്, ഖാദൽ ഇഹ്യാ ഖുർആനൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ ഖുർആൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഖുർആൻ ആകാറായിട്ടുണ്ട് എന്നുള്ളത്. ആ പറയുന്ന ഈ പറയുന്ന ഗസാലിയുടെ മുഴുവൻ ഇൽമിനെ സംബന്ധിച്ചാണ് അത് എവിടുന്ന് എടുത്തു എന്ന് വരെ ആർക്കറിയാം, ഷെയ്ഖുൽ ഇസ്ലാം ഹബ്റുൽ ഉമ്മ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് എന്ത് ചെയ്യാം, അതെല്ലാം അറിയാമെന്നുള്ളതാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ നമ്മൾ ഈ ഗസാലിയെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഏത് വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും ആ വിഷയത്തിലെല്ലാം അദ്ദേഹം എന്താണ്, ബഹറാണ്. ആ വിഷയത്തിൽ എന്താണ്, അറ്റം കാണാത്ത കടലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നേരത്തെ ഉസ്താദുമാർ അതെല്ലാം വിശദീകരിച്ചതാണ്. അതെന്താണ്, ഇപ്പോൾ ഇൽമുൽ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തെ സംബന്ധിച്ച് ആരാണ് പറയുന്നത്, ഇമാം ദഹബിയാണ് പറയുന്നത്. അൽ ഹദീസുല്ലദീ ലാ യഅരിഫു ഇബ്നു തൈമിയ്യ ലൈസ ബിഹദീസ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് അറിയാത്തൊരു ഹദീസ് അല്ല എന്ന് പറയുന്നത് ആരാണ്, ഹദീസ് വിജ്ഞാനം അറിയാത്ത ഒരാളല്ല പറയുന്നത്, ഹദീസിലെ ഇമാമുൽ അയിമ്മയായിട്ടുള്ള ഹാഫിദ് ദഹബിയാണ് പറയുന്നത്. ഹാഫിദ് ദഹബിയെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് എന്താണ്, അദ്ദേഹം മക്കയിൽ ചെന്നിട്ട് സംസം കുടിച്ചിട്ട് അദ്ദേഹം ദുആ ചെയ്യുന്നത് എന്താണ്, ഹാഫിദ് ദഹബിക്ക് ലഭിച്ചിട്ടുള്ള ഇൽമുൽ ഹദീസിൽ ലഭിച്ചിട്ടുള്ള അറിവ് എനിക്കും തരണമേ എന്നാണ് ദുആ ചെയ്യുന്നത്, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനി ദുആ ചെയ്യുന്നത്. ആ ദഹബിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയാത്ത ഹദീസല്ല, അദ്ദേഹം ഇമാമുൽ മുഹദ്ദിസാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തഫ്സീറിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ല. ആ വിഷയത്തിൽ തഫ്സീറിൻ്റെ വിഷയത്തിൽ ഒരൊറ്റ ആയത്തിൻ്റെ വിഷയത്തിൽ എന്താണ് 100-ലേറെ തഫ്സീറുകൾ അദ്ദേഹത്തിന് എന്താണ് ഉദ്ധരിക്കാൻ സാധിക്കുന്ന ഇമാമാണ് ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ.
ഇനി ഏത് വിഷയം എടുക്കുക, ഫിഖ് എടുക്കുക. ഫിഖിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ മദാഹിബുൽ അർബ, 4 മദ്ഹബിൻ്റെ അയിമ്മത്തുകളുടെ കാലശേഷം എഴുതപ്പെട്ടുള്ള ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് അധികവും എന്താണ്, ഒരു തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു ഇമാമ് പോലും എന്ത് ചെയ്തിട്ടില്ല, മദാഹിബുൽ അർബയുടെ 4 മദ്ഹബിൻ്റെ ഇമാമുമാരെ പോലെ ഇജ്തിഹാദ് ചെയ്ത ഉലമാക്കൾ വന്നിട്ടില്ല. ആ രീതിയിൽ തന്നെ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള 4 അയിമ്മത്തുകളെ പോലെ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള ആളാണ് ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. മാത്രമല്ല അദ്ദേഹത്തിന് ആ 4 മദ്ഹബിലെ അയിമ്മത്തുകളുടെ അഖ്വാലുകൾ മാത്രമല്ല അറിയുന്നത്, ഓരോ വിഷയത്തിലും സഹാബത്തിൻ്റെ ഓരോ സഹാബിമാരുടെ മദ്ഹബുകൾ അദ്ദേഹം എന്ത് ചെയ്യും, ഉദ്ധരിക്കാറുണ്ട്. താബിഈങ്ങളുടെ മദ്ഹബുകൾ അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട്. അങ്ങനെ വിശദമായ അറിവ് ഫിഖിൻ്റെ വിഷയത്തിൽ. മാത്രമല്ല ഉസൂലുൽ ഫിഖിൻ്റെ വിഷയത്തിൽ മുതക്കല്ലിമുകളും അതുപോലെ ഈ അശായറത്തും മുഅ്തസിലകളും കടത്തിക്കൂട്ടിയിട്ടുള്ള എല്ലാ ഫൽസഫകളെയും തുരത്തിയിട്ട് ആ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഇൽമിനെ ഏറ്റവും എന്താണ് സാഫിയായിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എഴുതിയതുപോലെ ഏറ്റവും എന്താണ് പരിശുദ്ധമായ രീതിയിലേക്ക് അദ്ദേഹം മടക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഏതേത് വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും ആ വിഷയത്തിലുള്ള അയിമ്മത്തുകൾ, അതിലേറ്റവും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉലമാക്കളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആ വിഷയത്തിലുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിയുന്ന വ്യക്തി ആരാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യാണെന്ന്. ഉദാഹരണമായിട്ട് ഇമാം മിസ്സി അദ്ദേഹം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇനി വിശ്വാസ വിഷയം നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ലാ തൻഖുസുഹു ഇല്ല ഇസ്മത്തുൽ അംബിയ, അംബിയാക്കളുടെ ഇസ്മത്ത് മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, ആ വിഷയങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കാര്യങ്ങൾ, ഇപ്പോൾ അശരീയത്തിൻ്റെ വിഷയം അദ്ദേഹത്തിന് അശരീയത്തിനുള്ള മറുപടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റാസിക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ റാസിക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറയാത്ത കുറേ നിങ്ങൾക്കുള്ള എന്തുണ്ട്, നിങ്ങൾക്കുള്ള പ്രമാണങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനും മറുപടി ആര് കൊടുക്കും, ഷെയ്ഖുൽ ഇസ്ലാം തന്നെ അവരുടെ വാദങ്ങൾ അവർ പോലും അറിഞ്ഞിട്ടില്ലാതെ, അവർ പോലും പറഞ്ഞിട്ടില്ലാതെ വാദങ്ങൾ ഉദ്ധരിച്ച് അതിന് മറുപടി കൊടുക്കാറുണ്ട്. അത് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒരു കാർക്കശ രൂപത്തിലോ അതല്ലെങ്കിൽ യാതൊരു അതിലും ഇൻസാഫും ഇല്ലാത്ത രീതിയിലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ആ മനഹജിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റത്തെ ഇൻസാഫിലും അങ്ങേയറ്റത്തെ എന്താണ് ആ ഒരു റിഫ്ഖിലും ലീനിലും നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉമ്മത്തിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, നയിച്ചിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഈ പല ഇൽമുൽ കലാമിൻ്റെ ആളുകളും അത് പ്രത്യേകിച്ച് അവരുടെ മുൻഗാമികൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർക്ക് മനസ്സിലാകായിട്ട്, അവരുടെ പണ്ഡിതന്മാർക്ക് മനസ്സിലാകായിട്ട് അത് വായിച്ചു കൊടുക്കാൻ വേണ്ടി ആരടുത്താണ് വരാറുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അടുത്ത് അവർ വരികയാണ്. അവരുടെ പണ്ഡിതന്മാർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഹല്ല് ചെയ്ത് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത്രയേറെ മൻസിലത്തിലുള്ള ആളാണ്. ഞാൻ പറയുന്നത് ഏതേത് ആലിമുകളെ നിങ്ങൾ കൊണ്ടുവരും, നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. റാസിയെ നിങ്ങൾ കൊണ്ടുവരും, നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെയും അതുപോലെ തന്നെ ഫഖ്റുദ്ദീൻ റാസിയെയും താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷത്താന ബൈനൽ ഹിമാരി വൽ ഫറസ്, ഇബ്നു തൈമിയ്യ എവിടെ കിടക്കുന്നത്, റാസി എവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ആര് നിങ്ങൾ കൊണ്ടുവരൂ, നമുക്ക് എന്താണ്, അതുപോലെ തന്നെ ഏതേത് ഉലമാക്കളെ കൊണ്ടുവരികയാണെങ്കിലും ഇവർ ആദരിക്കുന്ന, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റും ഇബ്നു തൈമിയ്യ എവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്തുകൊണ്ടാണ് ഇവരെ തള്ളിക്കളയുന്നത്? കാരണം അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവരുടെ ഈ ഖുറാഫാത്തുകളും സന്ദഖത്തുകളും ഈ പഴച്ച വിശ്വാസങ്ങളും പ്രചരിപ്പിക്കാൻ ഏറ്റവും തടസ്സമായിട്ടുള്ളത് ഈ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ അനുയായികളും മാത്രമാണ് എന്നുള്ളതാണ്. അതാണ് ഇവർക്ക് എന്ത് ചെയ്യാത്തത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ അംഗീകരിക്കാൻ സാധിക്കാത്തത്. ഇവിടെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അഖീദയെ സംബന്ധിച്ച് പരിചയപ്പെട്ടു. അതെന്താണോ സലഫുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ സലഫുകൾ തന്നെ വിശ്വാസ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്, സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും അഖീദയായിട്ട്. അത് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ത് ചെയ്തിട്ടുള്ളത്, സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുക, നമ്മളുടെ സമൂഹത്തിന് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അദ്ദേഹത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്ന തെറ്റിദ്ധാരണകൾ അതുപോലെ തന്നെ ആരോപണങ്ങളെല്ലാം തന്നെ പരിപൂർണമായി കളവുകളാണ്. അത്
ഉലമാക്കൾ വ്യക്തമാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരിക്കും ഉണ്ടാവുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഫറഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ വഗഫറ ലഹു വഅസ്കനഹു ഫസീഹ ജന്നാതിഹി വഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾರು ಅಪಾರಮೈತುಲದಾಯ ಅನುಗ್ರಹ ಕೊಂಡುತು ಇಂಡತ್ತು ನಾಲ್ರು ಇವರು ಸೆಮಿನಾರ್ಲು ಶೇಖುಲ್ ಇಸ್ಲಾಂ ಇಬ್ನು ತೈಮಿಯ ರಹಿಮಹುಲ್ಲರು ಬಿಸಿಯತ್ತಲು ಚೊಮ್ಮೆಲ್ಲಂ ಪಡಿಕೋಗು ನಂಕು ಕಿಟ್ಟಿತ್ತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಇವರು ಸಂದರ್ಭത്തിൽ 700 വർഷ ചില്ലര മുന്നോലു വഫാത്തായി പോയതായോ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലർ വിഷയത്തിൽ ഇപ്പം ഞങ്ങൾ പൽക്ക പറഞ്ഞു തുള്ളാണ്ടായെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു സെമിനാർ ഞങ്ങൾ നടത്തിയോ തുള്ളാണ്ടായെങ്കിൽ ഉസ്താദ് ചെന്ന പോലെ അങ്ങനത്തെ ഒരു ശഖ്സിയത്ര കാരണ എത്തിക്കറ് അത്തരം ഒരു ദീൻറ ഹിദ്മത്തും അതേപോലെ അഹ്ലുസുന്നത്തോ വിശ്വാസത്തോ ആൽമാരുടെ ഇടയിൽ പ്രചാരാക്കിയിട്ട് ಅದಕ್ಕೆ ದಾವತ್ತಾಕಿದಾಯೋ ಆ വലിയ ഒരു ಕಾರಣ ಎತ್ತಿಕ್ಕರೆ ಅದರ ಪ್ರತಿಫಲ ಎತ್ತಿಕ್ಕರೆ ನಂಗೆ ಇಂಡುം കണ്ടുകൊണ്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു സെമിനാർ വെച്ചതുക്കുള്ളതായ കാരണം അതേ എത്തിക്കറ്. അതായത് മുസ്ലിം ഇങ്ങത്തുള്ളതായ ഞങ്ങൾക്ക് എല്ലാ താണ യാറ വലമാക്കന്മാർ ചെന്നതുപോലെ ഞങ്ങൾ ഫുഡറാണ് യാറ ഞങ്ങൾ കുടിക്കുന്ന തണ്ണീരാണ് യാറ എല്ലാ താണ യാറ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദീൻറ ഇൽമും അതേപോലെ സ്വഹിയത്തുള്ളതായ അഖീദ എത്തിക്കർ. എവിടത്തോളം ഞങ്ങൾ അഖീദ സമാവുല്ലാമ ഞങ്ങൾ വിശ്വാസ സമാവുല്ലാമ അവിടത്തോളം ഞങ്ങൾ അമൽ സ്വാലിഹാത്താവട്ട് അല്ലെങ്കിൽ ಬೇರೆ ഏതേ ഒരു നല്ലത് ഞങ്ങളൊട്ടിಗೆ ಇನ್ನೆಂಗും അതിലൊരു ഫായിദ ಬಂಡಿಲ್ಲ ಅಂತ ಎತ್ತಿಕರು ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവറത്. ഇന്നത്തെ ഒരു ജമാനിൽ ഈ ഒരു ജമാനರ അവസ്ഥ ഞങ്ങൾ കാണുമ്പോഴത്തേക്കു ಶೇಖುಲ್ ಇಸ್ಲಾಂ ಇಬ್ನು ತೈಮಿಯ ರಹಿಮಹುಲ್ಲಾ ಇನ್ನದಾಯೋ ಆ ഒരു ಜಮಾನರ ನೋಕುಂಬೊತ್ತಿಗೂ ಚೊಮ್ಮೆ ഒരു ಸಿಮಿಲಾರಿಟಿ ತಿಕ್ಕರು ನಂಗೆ ಕಾಂಡದು. ಶೇಖುಲ್ ಇಸ್ಲಾಂ ಇಬ್ನು ತೈಮಿಯ ರಹಿಮಹುಲ್ಲಾ ಇನ್ನದಾಯ ಆ ഒരു കാലഘട്ട ആൽമാർ ഒരു ബുദ്ധിപരമായിട്ട് ഒരു ചിന്തനലും ഫൽസഫത്ത് വിഷയത്തിലും കൺഫ്യൂഷനിൽ ഇന്നതായ ഒരു ജമാന ಐತಿಂತು. ಇಂಡುം അതേ ഒരു അവസ്ഥ എത്തിക്കണ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. സോഷ്യൽ മീഡിയത്തോ വ്യാപകമായിട്ടുള്ളതായ ഒരു പ്രചാരത്തെ കാരണത്തിലും ഇൻഫോർമേഷൻ ചൊമ്മ ഈസിലൈತೆ ഞങ്ങൾക്ക് കിട്ടുന്ന കാരണത്തിലും ഫിത്ന ಸ್ಪ್ರೆಡ್ ಆವಗು അതേപോലെ ಬೇರೆ ಬೇರೆ ನಮ್ಮದು ಚಿಂತಾಗದಿಂಗ ಸ್ಪ್ರೆಡ್ ಆವಗು ಚೊಮ್ಮೆ ನಾಲ್ ಬೇನುಂಟಿಲ್ಲ. ಇಂಡತ್ತು ಕಾಲೇಜ್ ക്യാമ്പസിലാവട്ട് ഞങ്ങൾ ചുറ്റുമുത്തിലാവട്ട് ഞങ്ങൾ ഔത്തിലും കുടുംബത്തിലും എത്രമാ ഒരു ചിന്താഗതിരോ ആൽമാർ അല്ലെങ്കിൽ ചിന്താഗതിക്ക് പൊയ്ത്തുള്ളതായ ആൽമാർ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. സോഷ്യലിസമും ഫെമിനിസമും അതേപോലെ ಕ್ಯಾಪಿಟಲಿಸಮ್ ಇಂಗಂತ ಬೇರೆ ಬೇರೆ ನಮ್ಮದು ಪುದಿಯ ಪುದಿಯ ഒരു ട്രെൻഡ് എത്തിക്കറ് ബന്നോന്നുള്ളത്. ഒരു സൈഡിൽ LGBT വിഷയത്തിലാവട്ട് ಇನ್ನೊരു സൈഡിൽ നാഷണലിസമും ಇನ್ನೊരു സൈഡിൽ ഫെമിനിസമും ഇങ്ങനെ ಪ್ರತಿ ഓരോ നാളും ಅದರೊಟ್ಟಿಗೆ ಏಥಿಸಮ್ರ ഒരു ഫിത്നം ಅದರ ಆ ಏಥಿಸಮ್ರ ರದ್ದಿൽ ಬೇರೆ ಕೊರಿಯ ಫಲ್ಸಫത്തും ಮಂತಿಕറും ആൽമാർ ಅದರ പേരോട് പോയെന്നുള്ളതും നമുക്ക് കാണുക സാധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജമാനും ಶೇಖುಲ್ ಇಸ್ಲಾಂ ಇಬ್ನು ತೈಮಿಯ ರಹಿಮಹುಲ್ಲಾ ಇನ್ನದಾಯ ഒരു ജമാനക്ക് ചൊമ്മ സിമിലർ ആയിട്ടുള്ളതായ ഒരു അവസ്ഥ എത്തിക്കണ കാണുന്നത്. അതേപോലെ ആ ഒരു ജമാനിൽ ബിദ്അത്ത് ചെല്ലുന്നത് അതൊരു മോഡേൺ തിങ്കിങ് സൂട്ടബിൾ ആയിട്ടുള്ളത് ചെന്ന് പ്രചാരത്തിൽ ഇന്നതായ ഒരു അവസ്ഥ ഉണ്ട്. ഏതുപോലെ അഹ്ലുൽ കലാമറങ്ങ ഫൽസഫത്ത് ആൽമാർ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഇതൊരു പുതിയ ഒരു തിങ്കിങ് ಐತಿಕ್ಕರು. അതായത് പുതിയ ഒരു ജമാന ಐತಿಕ್ಕರು. ಅದಕ್ಕೆ ಯೋಜಿಸಿತ ತಿಕ್ಕೋಣು ഞങ്ങൾ അഖീദ ഇക്കൊണായത് ചെല്ലുടെ രൂപത്തിൽ ಐತಿಕ್ಕರು അങ്ങലോ വിശ്വാസത്തങ്ങ കോണത്.
മുഅ്തസിലാക്കന്മാരും അതേപോലെ ജഹ്മിയാക്കന്മാരും ಹಿಂಗೆಲ್ಲಂ ಈ ಒಂದು ಗ್ರೀಕ್ ಥಿಯಾಲಜಿಯಲ್ಲಿ ನಿಂತು ಕೊನದಾಯೋ ವಿಶ್ವಾಸಂಗೆಲ್ಲಂ ಅದ್ರ ಜಸ್ಟಿಫೈ ಆಕಿಟ್ಟೈತಿಕರು ನಂಗೆ ಮಾಡರ್ನ್ ಐತುಲ್ಲದಾಯ ಒಂದು ಅವಸ್ಥೆಲುಲ್ಲ ಅಪ್ಪ ಪಂಡತದ ಬಿಟ್ಟು ಇಪ್ಪತ್ತು ಒಂದು ಎಂದ್ರೆ ಕ್ರಿಟಿಕಲ್ ಥಿಂಕಿಂಗ್ ನಂಗೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡ್ಕೊಂಡು ಉಂಟೈತಿಕರು അതേ ഒരു അവസ്ഥ എത്തിക്കർ ഇണ്ടും നമുക്ക് കാണാൻ സാധ്യമാവരുത് ടി വിയിലും സോഷ്യൽ മീഡിയത്തിലും ഡിബേറ്റിങ്ങും ചർച്ചയും എല്ലാം നടക്കുന്നത് ഇതെല്ലാം ഒരു ഇൻ്റലക്ച്വൽ തിങ്കിങ്ങിற ഒരു ರೂಪത്തിലെത്തിക്കർ ആൾമാരത്ര പ്രസൻറ്റ് ആക്കുന്നത് ഒരുത്ത മുസ്ലിം ആവനുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരുത്ത അള്ളാഹുರ ಮೇಲೆ ವಿಶ್ವಾಸ ಬೇಕುಂಟಾയെങ്കിൽ ಅವನಿಗೂ ಇಪ್ಪ ಖಾಲಿ ಅದು ഖുർആനിലുണ്ട് അങ്ങനെ സബുൽ ನಾನು ವಿಶ್ವಸಿಕ್ಕರ അല്ലെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിರು ಅದಕ್ಕೈತೆ ನಾವು ವಿಶ್ವಸಿಕ್ಕರಂಟಲ್ಲ ಬದಲೈತು ಇಂಟೆಲೆಕ್ಚುವಲ್ ಐತೆ ಅದಕ್ಕುಲ್ಲದಾಯ ಎವಿಡೆನ್ಸ್ ಅವನು ಕೊಂಬರನು ചെന്ത് ആവശ്യപ്പെട്ടതായ ഒരു അവസ്ഥയിലെത്തിക്കറ് ഇന്നത്തെ സമാനുള്ളത് അതായത് കാലി ഖുർആനിലും ഹദീസിലും മാത്രമയ്യാവല്ല ബദലൈത്ത് ಲಾಜಿಕಲಿ ಅದಕ್ಕುಲ್ಲದ ಎಕ್ಸ್ಪ್ಲನೇಷನ್ ಎಂದರು അതേപോലെ ഞങ്ങളോ ബുദ്ധിക്ക് ഏത് രൂപത്തിലെത്തിക്ക് ഞങ്ങൾക്കത് സാബീതാക്കുക സാധ്യമാവರೋ ചിലರ രൂപത്തിലെത്തിക്കർ ഇതുള്ളത് ಇದೇ ഒരു അവസ്ഥയെത്തിಂತು ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് കാലഘട്ടത്തിലും ഇന്നത് ചെന്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവರೋ അതേപോലെ അഹ്ലു സുന്നത്ത ആൽമാരോ ഇണ്ട് കാണ്ടത് എങ്ങനെ എത്തിക്കർ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളതായ രൂപത്തിലെത്തിക്കർ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് കാലത്തിലും ഇതേ ഇത്തിಂತ അവസ്ഥ ആ ഒരു കാരണത്തിലും എത്തിക്കർ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് എത്രമാ ടൈം തോലും ജയിലിൽ ബന്ദിയാക്കിത്ത് വെച്ചാർ പ്രിസണിൽ ജയിലിൽ ഒരു കൈദിയാക്കിത്ത് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് വെച്ചാർ അതേ ഒരു അവസ്ഥ എത്തിക്കർ രണ്ടും സലഫിയത്തിൽ നടക്കുന്നതായ ആൽമാരോ അഹ്ലു സുന്നത്തോ ആ ഒരു അഖീദത്തോ അടിവർച്ചിത്ത് നിൽക്കുന്നതായ ആൽമാരോ എക്സ്ട്രീം ചെന്തുള്ളതായ ഒരു ലേബലിൽ എത്തിക്കർ ആൽമാർ ഭരിക്കರು ഇണ്ടും ഇപ്പം ഈ ഒരു പ്രോഗ്രാം സംബന്ധിച്ചിട്ടും ആൽമാർ ചിലരെಂದರು ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ಸೆಮಿನಾರ್ ಹಾಕಿತ್ತಿಂಗ್ ಅವರು ಟೆರರಿಸಮ್ ರೋ ಸ್ಪ್ರೆಡ್ ಹಾಕೋಕು ಟ್ರೈ ಹಾಕಿ ಅಂತುಲ್ಲಾರಂಟ ಎತ್ತಿಕರ್ ഇതെല്ലാം ആ ഒരു സലഫിയത്ര മാർഗത്തിൽ നിണ്ടതുക്ക് അതേപോലെ അഹ്ലു സുന്നത്ത് ആ ഒരു മാർഗത്തെ ഗട്ടിപ്പിടിച്ചോ സബുലു ഈ അഹ്ലു സുന്നത്ത് വിശ്വാസത്തിക്ക് എതിരേറ്റുള്ളതായ ആൽമാർ ആക്കുന്നതായ പ്രചാരം മാത്രം എത്തിക്കർ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അയാളോ കാലഘട്ടത്തിൽ ബന്നതായ ആ ഒരു കഷ്ടം ആ ഒരു നൊമ്പലം ആ ഒരു ತೊಂದರೆಗೆಲ್ಲಂ ಅಕೀದತ್ತ ಬೇಸ್ಲೈತಿಂತು ವಿಶ್ವಾಸತ್ತ ಬೇಸ್ಲೈತಿಂತು ಮನ್ಹಜರ ಬೇಸ್ಲೈತಿಂತು ಅಪ್ಪ ಅದೇ ഒരു അവസ്ഥ എത്തിക്കർ ഇണ്ടത്തെ ആൽമാറും അനുഭവിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും മാത്രമ അതിരൊട്ടുകു ഞങ്ങൾ മനസ്സിലാക്കണായത് ഇങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്തും ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അയാൾ അഖീദത്തിൽ അയാൾ അടിവർച്ചിത്തിന്ത് അതിൽ ഒരു രൂപത്തിലും കോംപ്രമൈസ് ആയിട്ടില്ല ജയിലിൽ പോകും വന്നെങ്കും അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ടെങ്കും അഖീദത്തെ വിഷയത്തിൽ ഒർക്കത്തും കോംപ്രമൈസ് ആയിട്ടില്ല അതേപോലെ ദാവത്തിലും അത്തരമേ റിഫ്കറോട് കൂടെ എത്തിക്കറ് ദാവത്താക്കി തിന്നത് അഖീദത്തിൽ എത്ര ഫേം ആയിത്തിന്ത എത്ര സ്ട്രോങ് ആയിത്തിന്ത ദാവത്തിൽ അത്രയോ റിഫ്ക്കും സോഫ്റ്റ്നെസ്സും ആ രൂപത്തിലേത്തിന്ത് ആൽമാരോ ദാവത്തുക്ക് വിളിച്ചോ തിന്നത് അപ്പോൾ ഇതൊരു ഖുലാസത്തോ ഷേഖ് ഉസ്താദ് നസീഫ് ഉസ്താദ് ನಂಗೆ ಕೂಡ ಹಾಕಿ ತಂದರು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಇಂದೂടെ ಬನ್ನದಾಯೋ ಎಲ್ಲ ಸಹೋದರಮಾರ್ಗೂ ಸಹೋದರಿಮಾರ್ಗೂ ನಾನು ಬನ್ನದಕ್ಕುಲ್ಲದಾಯೋ ಬನ್ನದಕ್ಕೆ ಜಜಾಕ್മുല്ലാഹ് ഖൈർ ചെല്ലറ അതേപോലെ ഇണ്ടത്തെ ഈ ഒരു സെമിനാറിലിന്ത് കുറേ ബിസിയെല്ലാം നമുക്ക് പഠിച്ച് പോകുന്നു അതിലെല്ലാം പഠിച്ചിട്ട് ഞങ്ങളോ അഖീദത്തിക്ക് പ്രാമുഖ്യത്തെ കൊടുത്തു ഉലമാക്കന്മാരും സലഫുങ്ങ ಇದಕ್ಕೆ മുന്നൽ കഴിഞ്ഞു പോയതായോ ഇമാമിങ്ങ ഞങ്ങളുടെ ജീവനത്തെ എങ്ങനെ നയിച്ചിരാറ അതുപോലെ ഞങ്ങളുടെ ജീവനത്തെ ജീവിക്കുക ഞങ്ങൾ എല്ലാവരും പ്രയത്ന ಹಾಕೋಣ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ഇന്നത്തെ ഈ ഒരു സെമിനാർ ഞങ്ങൾ ഇവിടെ തീർക്കുക ഇനി ಬಂಡದಾಯ സെമിനാറിರೋ ಡೇಟರ್ ಅನೌನ್ಸ್ಮೆಂಟ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ എത്ര ಬೇಗ ಹಾಕರ അതേപോലെ ಇನ್ನೊരു ಅನೌನ್ಸ್ಮೆಂಟ್ ಐತಿಕ್ಕರು ಬಂಡೋ ನಾರಾಸರಂಡ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಬಚ್ಪ ಪೆರ್ಮುದಲ್ ಬೆಚ್ಚಿತ್ತು ಸುಬೈ 1 ಗಂಟೆರೋ ಅಸರ್ 6 ಗಂಟೆ ತೋಲೋ ಜಾಮಿಯತುಲ್ ಹುದಾ ಅಲ್ ಇಸ್ಲಾಮಿಯಾ ಇದರವರು ಪ್ರೋಗ್ರಾಮ್ ನಡ್ಕೋಗು ಪೋಂಡು ಅಂಡ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ കുറേ ഉലമാക്കന്മാർ പർത്തൽ നിന്ത് ബണ്ടാർ ഷേഖ് സയ്യദ് ഹുസൈൻ മദനി ഷേഖ് താരിഖ് സഫിയുർ റഹ്മാൻ മുബാറക് പൂരി അതേപോലെ ഷേഖ് അസദ് ആദമി മദനി ബനാറസ് ಬಂದಂತುಂಡು അതേപോലെ ഷേഖ് സയ്യദ് ഹുസൈൻ അസ്സഹറാനി ഹഫിദഹുല്ലാ അയലും ಬಂದಂತುಂಡು അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും നിങ്ങൾ എല്ലാവരും താവനാക്കണം എല്ലാവരും അവിടെ ಬಂದು എത്തോണം ചെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ನೆನಪಾക്കിയൊന്നുമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് ദീനറെ പഠിക്കുകയും ಅದರ ಮೇಲೆ ಅಮಲಾಕೋಗum ಅಲ್ಲಾಹು ನಂಗೆ ಎಲ್ಲರಿಗೂ ತೌಫೀಕ್ ತರ್ತು ಅಹ್ಲು ಸುನ್ನತ ಮಾರ್ಗത്തിൽ ತೆರುತಪ್ಪಾಂಟ ವರ್ಚನಿಕೋಗ ಅಲ್ಲಾಹು ನಂಗೆ ಎಲ್ಲರಿಗೂ ತೌಫೀಕ್ ತರ್ತು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ഇന്നത്തെ മജ്ലിസിലൂടെ തീർക്കലേക്ക് മുന്നലൈത്ത് ഒന്നാമത്തേതായിട്ട് ആണിങ്ങ എല്ലാവരും ഫസ്റ്റിക്ക് ഡിന്നർക്ക് പോണു ചെന്ന് ನಾನು ಕೇಟೊಂತುಲ್ಲ അതേപോലെ പെണ്ണിങ്ങും മേല് ഡിന്നറിൽ വ്യവസ്ഥ ആക്കിയത് പോണ്ടേക്ക് മുന്നലൈത്ത് ജണ്ട് ಬೇರೆ ಬೇರೆ ರೂಟುಲೈತಿಕ್ಕರು
ಪೋಣು ಚೆಂತ ಕೇಟೊಂದುಳ್ಳದು ಅವರು ಇನ್ಶಾಲ್ಲ ನಂಗಪ್ಪ ಉಡ್ರ ಮಜಲಿಸ್ ತೀರ್ತಿತ್ತು ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇവിടെ തെച്ചിത്ത് മേൽ അറേഞ്ച്മെൻറ്റ് ആക്കിയത് നിങ്ങൾ എല്ലാവരും മേൽ ബറാ ചെന്ന് നെനപ്പാക്കി ഒന്നുമില്ല. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.